വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം കരമന അഖിൽവധത്തിൽ ഒരാൾ പിടിയിൽ. പ്രതികൾ സഞ്ചരിച്ച കാർ ഓടിച്ച അനീഷാണ് പിടിയിലായത്. 3 പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിഷ്ണു, ഇയാൾ എവിടെ വെച്ചാണ് പിടിയിലായത്? മറ്റ് 3 പേർക്കായുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ലിബീഷ് കേസിൽ ഇപ്പോൾ 4 പ്രതികളുണ്ടെന്ന് രാവിലെ പോലീസ് പറഞ്ഞിരുന്നു. മറ്റൊരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ ഒരാൾ നേരത്തെ തന്നെ കസ്റ്റഡിയിലായിരുന്നു. കിരൺ കൃഷ്ണയായിരുന്നു കസ്റ്റഡിയിലായിരുന്നത്. അതിനുശേഷം ഈ പ്രതികളിൽ ഒരാളായ അനീഷിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത്. ബാലരാമപുരത്ത് നിന്നും ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. മറ്റു 3 പ്രതികൾക്കായി പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. തമിഴ്നാട് പോലീസിനടക്കം സഹായം ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. മറ്റു 3 പ്രതികളും തമിഴ്നാട്ടിലേക്ക് കടന്നെന്നാണ് ഒരു സൂചന. എന്നാൽ അതേസമയം ഇവിടെ ഒളിവിൽ കഴിയുന്നുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും പ്രതികൾ 3 പേരെയും, അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന 3 പ്രതികളെയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ പിടികൂടിയ അനീഷ് വാഹനം ഓടിച്ചു വന്ന വ്യക്തിയാണ്. ഈ കൊലപാതകത്തിന് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും വാഹനത്തിലെത്തി 3 പേരെയും എത്തിച്ച ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പിടികൂടാനുള്ളത് അച്ചു എന്ന അഖിൽ, വിനീഷ്, സുമേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടാനുള്ളത്. 3 പേർക്കുമായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ലിബീഷ്. ശരി വിഷ്ണു. കരമന അഖിൽ വധക്കേസിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. കാർ ഓടിച്ച അനീഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.